മേയർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എറണാകുളം കോൺഗ്രസിൽ ഉടലെടുത്ത പടലപ്പിണക്കം കൂടുതൽ ഭിന്നതയിലേക്ക്. KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ മേയർ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡിനും KPCCക്കും ദീപ്തി മേരി വർഗീസ് പരാതി നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിലും എറണാകുളം ജില്ലയിൽ ഗ്രൂപ്പ് പോര് ശക്തമാണ്. എറണാകുളം ജില്ലയിൽ വലിയ വിജയം നേടിയിട്ടും കോൺഗ്രസിലെ തർക്കങ്ങളും ഗ്രൂപ്പ് പോരും കൂടുതൽ സങ്കീർണമാവുകയാണ്. മേയർ പദത്തിലേക്ക് ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതിൽ നേതാക്കളും രണ്ടു തട്ടിൽ. KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ മേയറെ തിരഞ്ഞെടുത്തപ്പോൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഹൈക്കമാൻഡിനും KPCCക്കും പരാതി നൽകി. KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, സണ്ണി ജോസഫ് എന്നിവർക്കാണ് പരാതി നൽകിയത്. പ്രയാസം അറിയിച്ചുവെന്നും വിഷയം പരിശോധിക്കുമെന്നും KPCC അധ്യക്ഷൻ. ദീപ്തി മേരി നമുക്കറിയാം, ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും അർഹതയുണ്ട്. അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കാം. അതിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, KC വിഭാഗം എന്നിങ്ങനെ ഗ്രൂപ്പുകൾ ഭിന്നിച്ചു നിൽക്കുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും തർക്കം രൂക്ഷമാണ്. KC വിഭാഗം നേതാക്കൾ ഇന്നലെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗം ബഹിഷ്കരിച്ചു. തിരഞ്ഞെടുപ്പിൽ രഹസ്യ ബാലറ്റ് വേണമെന്ന മാത്യു കുഴൽനാടന്റെ ആവശ്യം മറ്റു ഗ്രൂപ്പുകാർ അംഗീകരിച്ചില്ല. ഇതോടെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് വിളിച്ച യോഗത്തിൽ നിന്ന് KC വിഭാഗം ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി KG രാധാകൃഷ്ണനെ തിരഞ്ഞെടുക്കാനും തീരുമാനിച്ചു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.